വലിപ്പച്ചെറുപ്പമില്ലാതെ ലോകം ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ കായിക ആനന്ദങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഗസ. തുടർച്ചയായ ബോംബാക്രമണങ്ങൾ ഫലസ്തീന്റെ ഫുട്ബോൾ മേഖലയെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. അതിർത്തി കടക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന താരങ്ങൾ, പരിശീലനത്തിനിടയിൽ വ്യോമാക്രമണത്തിന്റെ സൈറണുകൾ കേട്ട് ബങ്കറുകളിലേക്ക് ഓടേണ്ടി വരുന്ന കോച്ചുമാർ. ഫലസ്തീനിയൻ പ്ലെയേഴ്സിന് ഫുട്ബോൾ തങ്ങളുടെ അസ്തിത്വത്തിനായുള്ള പോരാട്ടം കൂടിയാണ്. ഓരോ പാസിലും ഓരോ ഗോളിലും അവർ തങ്ങളുടെ രാജ്യത്തിന്റെ അതിജീവനത്തിന്റെ കഥ കൂടി വിളിച്ചു പറയുന്നുണ്ട്. നോക്കാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫലസ്തീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി 152 കായിക അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റേഡിയങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിഹാസ സമാനമായ അൽ യർമുക് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ളവ ഇന്ന് വെറും അവശിഷ്ട കൂമ്പാരങ്ങളാണ്. 800-ലധികം കായിക താരങ്ങളും കായിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഇതിൽ 420-ലധികം പേർ ഫുട്ബോൾ കളിക്കാരാണ്. ഇതിൽ പകുതിയോളം പേർ കുട്ടികളും. ഫലസ്തീനിയൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന മുൻ ദേശീയ താരം സുലൈമാൻ അൽ ആസി, ഫലസ്തീന്റെ ആദ്യ ഒളിമ്പ്യൻ മജീദ് അബു മരിയൽ, വോളിബോൾ താരം മുഹമ്മദ് അബു അസി തുടങ്ങിയ പ്രമുഖർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഫുട്ബോൾ ലീഗുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. കളിക്കളങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളായോ താൽക്കാലിക ശ്മശാനങ്ങളായോ മാറി. ഗസയിലെ ജനങ്ങൾക്ക് ഒരു മത്സരം കാണുക എന്നത് തന്നെ അസാധ്യമായ കാര്യമാണ്. കടുത്ത വൈദ്യുതി ക്ഷാമവും ഇന്റർനെറ്റ് വിച്ഛേദനവും കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകളുടെ വിവരങ്ങൾ പോലും ദിവസങ്ങൾ കഴിഞ്ഞാണ് പലരും അറിയുന്നത്. ഇതിനു പുറമെ ഫലസ്തീൻ കായിക താരങ്ങൾ നേരിടുന്ന യാത്രാ വിലക്കുകളും കടുത്ത ഉപരോധവും അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്നു. വിദേശത്ത് നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഗസയിൽ നിന്നുള്ള കളിക്കാർക്ക് അനുമതി ലഭിക്കാറില്ല. നിരന്തരമായ നാടുകടത്തലും പട്ടിണിയും ഉറ്റവരുടെ വിയോഗവും സൃഷ്ടിക്കുന്ന മാനസികാഘാതം പേറിയാണ് അവശേഷിക്കുന്ന താരങ്ങൾ ജീവിക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഠിനമായി ശ്രമിച്ച ഫലസ്തീൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ ലോകകപ്പ് യോഗ്യതാ സ്വപ്നങ്ങൾ കനത്ത പ്രതിസന്ധികൾക്കൊടുവിൽ ഒമാനെതിരെയുള്ള മത്സരത്തോടെയാണ് അവസാനിച്ചത്. ലോകകപ്പിന് യോഗ്യത നേടിയില്ലെങ്കിലും ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്താനും ആഗോളതലത്തിൽ വലിയ ജനപിന്തുണ നേടാനും ഫലസ്തീൻ ഫുട്ബോൾ ടീമിന് സാധിച്ചു. കടുത്ത ഉപരോധങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ അവർ കാഴ്ചവെച്ച പോരാട്ട വീര്യം കായിക ലോകം വലിയ ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. ഗസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള കളിക്കാർക്ക് പരസ്പരം കാണുന്നതിനോ ഒരുമിച്ച് പരിശീലിക്കുന്നതിനോ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നതിനായി പലപ്പോഴും അതിർത്തികൾ കടക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഭരണപരമായ അനുമതികൾ ലഭിക്കാനുള്ള താമസം കാരണം പല പ്രമുഖ കളിക്കാർക്കും നിർണായക മത്സരങ്ങൾ പോലും നഷ്ടമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി പരിശീലിക്കാൻ ഒരു മൈതാനം പോലും സ്വന്തം നാട്ടിൽ ലഭ്യമല്ലാത്തതിനാൽ കുവൈറ്റ്, ഖത്തർ, ജോർദാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയാണ് അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കായിക രംഗത്തെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വാൻകൂവറിൽ നടന്ന ഫിഫ കോൺഗ്രസിലാണ്. ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജിബ്രീൽ റജോബ് ഇസ്രായേൽ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി ബസീം ഷെയ്ഖ് സുലൈമാന് കൈകൊടുക്കാൻ വിസമ്മതിച്ചത് വലിയ വാർത്തയായിരുന്നു അന്ന്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ച് കൈകൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും റജോബ് അതിന് തയ്യാറായില്ല. തന്റെ ജനങ്ങളെ കൊന്നെടുക്കുന്ന ഗവൺമെന്റിന്റെ ഫാസിസത്തെ വെളുപ്പിച്ചെടുക്കാൻ ഇസ്രായേൽ കൊണ്ടുവന്ന പ്രതിനിധിക്ക് കൈകൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യയെ മിനിറ്റുകൾക്കകം വിലക്കിയ ഫിഫ ഗസയിലെ വംശഹത്യയിൽ ഇസ്രായേലിനെ വിലക്കണമെന്ന ഫലസ്തീന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ആവശ്യങ്ങളോട് നിസ്സംഗത പുലർത്തുകയാണെന്ന് പരക്കെ വിമർശനമുണ്ട്. കായികരംഗത്തിന് യുദ്ധങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എങ്കിലും ലോകത്തിന്റെ ശ്രദ്ധ അടിച്ചമർത്തപ്പെടുന്നവരിലേക്ക് തിരിച്ചുവിടാൻ സ്പോർട്സ് ഒരു പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാമെന്നും റജൂബ് വ്യക്തമാക്കുന്നുണ്ട്. സമീപകാലത്തുണ്ടായ കടുത്ത സൈനിക നീക്കങ്ങൾ ഫലസ്തീൻ കായിക മേഖലയെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ദേശീയ ഫുട്ബോൾ ടീം കളിക്കാർ, പ്രമുഖ കോച്ചുമാർ, റഫറിമാർ, ഒളിമ്പിക് സമിതി അംഗങ്ങൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് കായിക വ്യക്തിത്വങ്ങൾ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇസ്രായേലിനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന് ഫിഫയോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകളും ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഫിഫയും AFCയും നയതന്ത്രപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്.